ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ വളരെയധികം നാം ശ്രദ്ധിക്കുകയും ഇതിൻ്റെ അർത്ഥങ്ങളും അതുപോലെ ഇതിൻ്റെ പ്രത്യേകതകളും ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഭൗതികമായിട്ടും പാരത്രികമായിട്ടും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ ഇസ്തിഗ്ഫാറിന് വലിയ പ്രാധാന്യമുണ്ട്. പൊതുവെ ഇസ്തിഗ്ഫാറിൻ്റെ സ്ഥാനം അത് വലിയതാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതിൻ്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് തന്നെ കാണാം. ആരെങ്കിലും പകൽ സമയത്ത് രാവിലെ ഒരാൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലി എന്നിട്ട് ആ ദിവസം അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹം സ്വർഗാവകാശിയാണ്. അതുപോലെ ആരെങ്കിലും വൈകുന്നേരം അല്ലെങ്കിൽ മഗ്രിബിന് ശേഷം ഒരാൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലി എന്നിട്ട് അദ്ദേഹം ആ രാത്രിയിൽ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹം സ്വർഗാവകാശിയാണ്. അപ്പോൾ ആ പറഞ്ഞതിലൂടെ തന്നെ എത്ര വലിയ മഹത്വം ഇതിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ട് ഇത്രയും വലിയ പ്രത്യേകത, ഇത്രയും വലിയ ശ്രേഷ്ഠത ഈ ഇസ്തിഗ്ഫാറിനിക്ക് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും വേണ്ടതുപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ചൊല്ലിയാൽ തീർച്ചയായും അതിന് ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനും കഴിയും. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ കാരണം കൊണ്ട് നമുക്ക് മാറ്റിത്തരും. നാം ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സാധിപ്പിച്ചു തരും. ഈ ഇസ്തിഗ്ഫാറിൻ്റെ പ്രത്യേകത ഇമാമിയങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. ഈ ഇസ്തിഗ്ഫാറിനിക്ക് പേര് തന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ്. നേതാവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നേതാവിൻ്റെ അടുക്കേക്കാണല്ലോ പോവുക. അപ്പോൾ അതുപോലെ ഈ ഇസ്തിഗ്ഫാറിൻ്റെ ഒരു സയ്യിദ്, ഒരു രാജാവാണിത്. അങ്ങനെ ആ പേര് വെക്കുന്നതിൽ തന്നെ ഇതിൽ വലിയ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ സുമ്മിയ ഹാദൽ ഇസ്തിഗ്ഫാർ, ഈ ഇസ്തിഗ്ഫാറിനിക്ക് അങ്ങനെ ഒരു സയ്യിദ് എന്നുള്ള പേര് വെക്കാൻ മറ്റൊരു കാരണം ലി ജംഇഹി മആനി അത്തൗബത്തി കുല്ലിഹ, തൗബയുടെ എല്ലാ ആശയങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് വലിയൊരു തൗബയാണ്. ഈ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് വലിയൊരു തൗബയാണ്. അങ്ങനെ ഒരു വലിയ തൗബ ആയതുകൊണ്ടാണ് ഇതിനിക്ക് സയ്യിദ് എന്ന പേര് വന്നിരിക്കുന്നത്. രണ്ടാമതായിട്ട് അവിടെ ഇഖ്റാറുൻ ബി തഫറുദില്ലാഹി തആല ബിർ റുബൂബിയത്തി, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ, റബ്ബായിട്ട് അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഇസ്തിഗ്ഫാറിൻ്റെ തുടക്കം. അതും വലിയൊരു മഹത്വമാണ്. അതുപോലെ ലാ ഇലാഹ ഇല്ല അന്ത എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവനായ, സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ നിശ്ചലനങ്ങളും നിയന്ത്രിക്കുന്നവനായ അള്ളാഹുവെ, നീ അല്ലാതെ വേറെ ഒരു ഇലാഹും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തുടക്കം. അതുപോലെ ഇതിൽ ഇഅ്തിറാഫ് ഉണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ ഫദായിലുകളും അത് അള്ളാഹുവെ ഞാൻ നിനക്ക് അംഗീകരിച്ചു തരുന്നു എന്നുള്ള ഒരു ഇഅ്തിറാഫ്, ഒരു അംഗീകരിക്കൽ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കരാറ് ഏറ്റെടുത്തതായിട്ട്, നിന്നെ വിശ്വസിക്കാനും നിനക്ക് ത്വഅത്ത് ചെയ്യാനും ഉള്ള കരാറുകൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, അത് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നടപ്പാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സ്ഥിരീകരണവും അംഗീകരിക്കലും അതിൽ വരുന്നുണ്ട്. അതുപോലെ ഈ ഇസ്തിഗ്ഫാറിൽ വരുന്ന മറ്റൊരു പ്രത്യേകത ഇസ്തിആദത്തുൻ മിൻ ശുഊമിൽ മആസി വ ആസാരിഹ, ചെയ്തുപോയ തെറ്റ്, ആ തെറ്റിൻ്റെ തിക്തഫലങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്നതിന് തൊട്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്നുള്ള ഒരു പ്രയോഗം കൂടി ഇതിലുണ്ട്. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, ഞാനത് നീയാണ് എനിക്ക് ചെയ്തു തന്നത്, അത് ഞാൻ നിന്നിലേക്ക് തന്നെ ചേർത്തിക്കൊണ്ട് അംഗീകരിക്കുന്നു എന്നുകൂടി ഇതിൽ അംഗീകരിച്ചു പറയുന്നു. അതുപോലെ തെറ്റുകളും കുറ്റങ്ങളും എന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് ഞാൻ അംഗീകരിക്കുന്നു എന്നും ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത. ഇങ്ങനെ ഇതെല്ലാം അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ഇസ്തിഗ്ഫാറാണ് ഈ ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അങ്ങനെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാർ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചൊല്ലണം. ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ
അർത്ഥം നമ്മളൊന്ന് ചിന്തിക്കുക. ഞാൻ ഓരോന്ന് പറഞ്ഞു തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് അത് അർത്ഥം ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ചൊല്ലി പതിവാക്കാൻ കഴിയണം. എത്ര പ്രാവശ്യം നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നു അത്രയും നമുക്കത് നേട്ടമാണ്. രാവിലെയും വൈകുന്നേരവും എന്തായാലും നമ്മളത് പതിവാക്കണം. ഒരു 3 പ്രാവശ്യം ചുരുങ്ങിയത്, അല്ലെങ്കിൽ രാവിലെ 7, വൈകുന്നേരം 7, അല്ലെങ്കിൽ രാവിലെ 21, വൈകുന്നേരം 21. ഇങ്ങനെ നമുക്ക് എത്ര വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞോ അത്രയും നമ്മുടെ മശാക്കിലുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിത്തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. ഇനി ഞാൻ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ട് മനസ്സിലാക്കി ആ അർത്ഥം ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങളിത് ഓരോന്നും ചൊല്ലാൻ ശ്രമിക്കണം. ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതിൻ്റെ തുടക്കം അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത റബ്ബി, നീയാണ് എൻ്റെ റബ്ബ്. അങ്ങനെ പറയുമ്പോൾ തന്നെ അതിൽ വലിയൊരു സമാധാനമുണ്ട്. എൻ്റെ റബ്ബ്, എന്നെ പരിപാലിക്കുന്നവൻ, എന്നെ നിയന്ത്രിക്കുന്നവൻ, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നീയാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനെ അംഗീകരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ല അൻത, നീ അല്ലാതെ വേറെ ഒരു ഇലാഹും ഇല്ല. ലോകം മുഴുവനും സ്വന്തമായി നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ, എല്ലാ ചലന നിശ്ചലനങ്ങളും നിയന്ത്രിക്കുന്നവനായ ഒരു ഇലാഹ് വേറെ ഇല്ല. ആരാധ്യനക്കറാൻ നീയല്ലാതെ വേറെ ഇല്ല. ഖലഖ്തനീ വ അന അബ്ദുക്, നീയാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഞാൻ നിന്റെ സൃഷ്ടിയാണ്. വ അന അബ്ദുക്, ഞാൻ നിന്റെ അടിമയാണ്. ഞാൻ മറ്റാരുടെയും അടിമയല്ല, മറ്റാരുടെയും മുമ്പിൽ തല കുനിക്കുന്നവനല്ല. ഞാൻ നിന്റെ അടിമയാണ്. ഞാൻ ഒരു വസ്തുവിൻ്റെയും ഒരാളുടെയും അടിമയല്ല. ഞാൻ നിന്റെ മാത്രം അടിമയാണ്. വ അന അല അഹ്ദിക വ വഅദിക മസ്തതഅതു, അല്ലാഹുവേ, ഞാൻ നിന്നോട് ചെയ്ത കരാറും വാഗ്ദത്തവും അത് പ്രകാരം ആണ് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, എൻ്റെ കഴിവിൻ്റെ പരമാവധി. റബ്ബേ, നീ എന്നോട് ചെയ്ത കരാർ മുഴുവനും, വിശ്വസിക്കേണ്ട കാര്യങ്ങൾ മുഴുവനും ഞാനിതാ വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റിയ അമലുകൾ, ത്വാഅത്തുകൾ കഴിവിൻ്റെ പരമാവധി ഞാൻ അത് നിർവഹിക്കുന്നുണ്ട്. മുഴുവനായിട്ട് എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ഒരു സമ്മതം അവിടെ നൽകുന്നുണ്ട്. അതുപോലെ എല്ലാ തെറ്റുകളിൽ നിന്നും കഴിവിൻ്റെ പരമാവധി ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ഒഴിവാക്കി എന്ന് പറഞ്ഞ് അവിടെ അഹങ്കരിക്കുന്നില്ല. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കഴിവ് കേട് അള്ളാഹുവിനേക്ക് അംഗീകരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം അഊദു ബിക മിൻ ശർരി മാ സനഅതു, അള്ളാഹുവെ, ഞാൻ ചെയ്തു പോയ തെറ്റുകളുടെ ശുഊമുകളെ തൊട്ട്, അതിൻ്റെ തിക്തഫലങ്ങളെ തൊട്ട്, അതിൻ്റെ കാരണം കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അബൂഉ ലക ബിനിഅമതിക അലയ്യ, അള്ളാഹുവെ, എനിക്ക് നീ ചെയ്തു തന്ന എൻ്റെ അനുഗ്രഹങ്ങൾ, നീ ചെയ്തു തന്ന നിന്റെ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല, എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. അതിനുശേഷം അബൂഉ ലക ബിദംബി, ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞാൻ സമ്മതിക്കുന്നു. ഇവിടെ ഇബ്ലീസ് തെറ്റ് ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അവൻ ഞാൻ തെറ്റ് ചെയ്തു, അംഗീകരിക്കുന്നു, തെറ്റാണെന്ന് സമ്മതിക്കുന്നു എന്ന് അവൻ സമ്മതിച്ച് പറയുന്നില്ല. അതുകൊണ്ടാണ് അവനിക്ക് തൗബ ലഭിക്കാത്തത്. ഇവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അംഗീകരിക്കുന്നു, റബ്ബേ, ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഞാൻ അംഗീകരിക്കുന്നു, അള്ളാഹ് നീ എനിക്ക് പുറത്തു തരണേ. ഫഗ്ഫിർലി, അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത, ദോഷങ്ങളെല്ലാം പൊറുക്കുന്ന ഇലാഹ് വേറെ ഇല്ല, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണമേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ കേണപേക്ഷിക്കുകയാണ്. ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളം വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇങ്ങനെ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൂറത്ത് നൂഹിൽ കാണാം, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യൂ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കൂ. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലു സമാഅ അലൈക്കും മിദ്റാറ, അവൻ നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരും. മാത്രമല്ല വയുർസിലു സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് ധാരാളം മഴ നൽകും, വെള്ളത്തിന് ക്ഷാമമുണ്ടാവുകയില്ല. വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. വയുംദിദുക്കും ബിഅംവാൽ, ധാരാളം സമ്പത്ത് നിങ്ങൾക്ക് തരും. ഭൗതിക ലോകത്ത് തന്നെ ഒരുപാട് സുഖങ്ങളും സൗകര്യങ്ങളും നൽകുന്ന പറയുന്നത്. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, നിങ്ങൾക്ക് ധാരാളം മക്കളെ നൽകും.
വയജ്അൽ ലക്കും ജന്നാത്ത് വയജ്അൽ ലക്കും ജന്നാത്ത്, നിങ്ങൾക്ക് ഒരുപാട് തോട്ടങ്ങളും അതുപോലെ അൻഹാർ അരുവികളും നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരും. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ പ്രയാസമാണെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, അലൈക ബിൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കൃഷിയൊന്നും വേണ്ടതുപോലെ കായ്ക്കുന്നില്ല, അതിൽ വലിയ ലാഭങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, അലൈക ബിൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കൂ. അതുപോലെ മറ്റൊരാൾ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് ആയി, പക്ഷേ എനിക്ക് മക്കളൊന്നും ലഭിക്കുന്നില്ല. അദ്ദേഹത്തോടും പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലൂ, അലൈക ബിൽ ഇസ്തിഗ്ഫാർ. അതിനെപ്പറ്റി ഹസൻ ബസരി തങ്ങളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ എല്ലാവരോടും ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലണം എന്ന് പറയുന്നു? അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ മറുപടി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിച്ചാൽ, ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ കഴിവിന്റെ പരമാവധി നമ്മൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ദുനിയാവിലുള്ള എല്ലാ മശാക്കിലുകളും പ്രയാസങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പത്തിൽ സാധിപ്പിച്ചു തരും. സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പുരോഗതി, അതുപോലെ മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുപോലെ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് അതെല്ലാം ഈ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൗകര്യപ്പെടുത്തി തരും. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അപകടങ്ങളും ദുരന്തങ്ങളും എല്ലാം അതിൻ്റെ ഈ ഇസ്തിഗ്ഫാറിന്റെ കാരണം കൊണ്ട് തന്നെ മാറിപ്പോകുന്നതുമാണെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇമാമിങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ ധാരാളം വർദ്ധിപ്പിക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കുക. രാവിലെയും വൈകുന്നേരവും, അല്ലെങ്കിൽ രാത്രി സമയത്ത് ഒരു 33 അല്ലെങ്കിൽ 100 500 എത്രയാണോ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് അത് നമ്മൾ വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ധാരാളം നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മളൊന്ന് ഒരു 3 പ്രാവശ്യം ഒന്ന് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു الذുനൂബ ഇല്ലാ അൻത.